പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോഴത്തേനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഇന്ന് പത്രത്തിന്റെ ഹെഡിങ്, മലയാള മനോരമ പത്രത്തിന്റെ ഹെഡിങ് ആണ്, ഒന്നാണ് ഞങ്ങൾ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരായിട്ട് പ്രതിജ്ഞ ചൊല്ലുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാർത്തയെന്ന് പറയുന്നത് ലഹരിക്കെതിരെ നാടൊന്നാകും. അപ്പൊ ഇന്ന് ഇന്ത്യ മുഴുവൻ പ്രചരിക്കുന്ന മലയാള ദിനപത്രം, ഇന്ത്യയിലെ നമ്പർ 1 ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജാണ്. അപ്പൊ നമ്മുടെ അതിന്റെ തൊട്ടടുത്ത പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഒരുപാട് കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലുന്നു. എനിക്കിത് കണ്ടപ്പോഴത്തേന് ആകപ്പാടെ സങ്കടവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രയോജനവുമില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു പ്രയോജനവും ഇല്ലാഞ്ഞിട്ട് അവസാന കൈയാണ് നാട്ടുകാരിറങ്ങുക, അല്ലെങ്കിൽ കുട്ടികളെ തെരുവിലേക്ക് ഇറക്കുക. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ലഹരി, എല്ലാ രാജ്യങ്ങളിലും ലഹരിയുണ്ട്. അതിന് കൊടുക്കുന്നത് അതിമാരകമായ ശിക്ഷയാണ്. ആ ശിക്ഷ ഇന്ത്യയിലില്ല. പലയിടത്തും ഇപ്പം ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് ഇളവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അത് ഇവിടുത്തെ ഓരോ മന്ത്രിമാർ മാറി മാറി വരുമ്പോഴത്തേന് അവരോരോ പുതിയ നിയമങ്ങൾ അവർ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ലഹരി ഒഴുകുന്നത്. അല്ലാതെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് വഴിയിലോട്ടിറക്കി തെരുവിലൂടെ അവരെ വെയിൽ കൊള്ളിച്ചുകൊണ്ട് സമരം നടത്തുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഇന്നലെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്ന ഒരു വാർത്തയാണ്, ഒരു സ്ത്രീ സ്കൂട്ടറിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുന്നത്. അത് വൈറലായി. ആ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് പിന്നെ നടപടി ഉണ്ടാകുന്നില്ല? കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതി മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അതിന്റെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലേ ഞാൻ പോയില്ല. താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല, തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം. എന്റെ പേര് രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെയും പിടിച്ച് ജയിലിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയാണ് എനിക്ക് പറയാൻ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ്. കുട്ടി എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാ. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. നമ്മൾ ചിന്തിക്കേണ്ടേ, അധികാര സ്ഥാനത്തിരിക്കുന്നവർ എല്ലാം ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇതിന് ഈ മയക്കുമരുന്ന് കച്ചവടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പോലീസ് എന്ന് പറയുന്നത്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവരെ കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കുതിര കയറാനുള്ള ഒരു ഉപാധിയാണ് പോലീസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം പഴിചാരുന്നത് പോലീസിനെയാണ്. പക്ഷെ പോലീസിന് ഒരു പരിധിയുണ്ട്. അവരെ നിയന്ത്രിക്കുന്ന അവരുടെ മുകളിലിരിക്കുന്ന ഘടകങ്ങൾ, ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ കോടതി ഹാജരാക്കി കഴിയുമ്പോഴത്തേന് അവിടുത്തെ ഒരു പരിരക്ഷ ഏതാ? നിങ്ങളെ പോലീസ് ഉപദ്രവിച്ചോ എന്നുള്ള ആ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് പോലീസ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ പോലീസിന്റെ പേര് നടപടികൾ. ഇതുപോലെ പലയിടത്ത്, അതുപോലെ അധ്യാപകർ കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അധ്യാപകരുടെ പേര് നടപടി. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഇവരെല്ലാം സൈലന്റ് ആവും. അത് മൂലമാണ് ഇവിടെ ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. അപ്പം ഇന്നലെ ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ
ഈ പോലീസുകാർക്ക് അവരുടെ ഈ ലാത്തിയും അവരുടെ അധികാരങ്ങളും തിരിച്ചു നൽകുക, അതുപോലെ അധ്യാപകർക്ക് അവരുടെ വടി തിരിച്ചു കൊടുക്കുക, ഇതൊക്കെ മൂലം ഒരുപാട്, അല്ലാതെ കുട്ടികളെ തെരുവിലിറത്ത് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞു കുട്ടികളെ കൊണ്ട് ലഹരിക്കെതിരായിട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഈ വിഷയത്തിൽ സിനിമാ ലോകത്തുള്ള സെലിബ്രിറ്റികൾ ആരെങ്കിലും പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ലഹരി ഈ കുട്ടികളെ അമിതമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും സാംസ്കാരിക നായകന്മാരോ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ പ്രതികരിച്ചായിട്ട് കണ്ടിട്ടുണ്ടോ? കാരണം ഇന്നത്തെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയാണ്. അവർ പ്രതികരിക്കത്തില്ല. അതുപോലെ അതിലും വലിയ ഘടകങ്ങളൊക്കെ ഉണ്ട്. അവരാരും സാംസ്കാരിക നായകന്മാരെല്ലാം അവരെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരാരും മിണ്ടത്തില്ല. അതുപോലെ സ്കൂളുകളിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം വലിയ വലിയ കൊലപാതകങ്ങളിലേക്ക് കലാശിക്കുന്നെന്ന് പറഞ്ഞ കുട്ടികളിൽ അക്രമവാസന കൂടുന്നെന്ന് പറയുന്നത് പല കുട്ടികളും, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാസത്തോളം ഈ പുതുപ്പള്ളി പരിസരങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറെക്കുറെ പുതുപ്പള്ളിയിലുള്ള ഏറെക്കുറെ 50% കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് ഞെട്ടിപ്പോയി. കാരണം ഒരു കുട്ടിയുടെ പോലെ ഒരു വീഡിയോ എടുത്ത് അല്ലെ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ എടുത്ത് നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല. അന്നേരം തന്നെ കേസാണ്. ഇപ്പം തന്നെ ഒരുപാട് കേസ് വന്നിരിക്കുകയാണ്. ഇപ്പം അടുത്ത ഇത് വരുമ്പോൾ അടുത്ത വലിയ കേസാവും. അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇപ്പം അവസാനം പോലീസിനോട് ചോദിച്ചു കഴിയുമ്പോഴത്തേന് പോലീസുകാർ പറയുന്നത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഞങ്ങൾക്കൊരു പരിധിയുണ്ട്, അതുകൊണ്ട് ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുക പറയുന്നത്. ആ നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം എത്രമാത്രം തകർന്നെന്ന് നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. അതുപോലെ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. പക്ഷെ അതിൻ്റെ അത് കുറെ ദിവസങ്ങളായിട്ട് വലിയ ചർച്ചയുണ്ട്. സിനിമാ മേഖലയിലുള്ളവർ പറഞ്ഞു സിനിമ മൂലം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അത് സിനിമ മൂലമല്ല, പിള്ളേരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമികളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു ത്രില്ലടിച്ചൊരു പടമാണ് മോഹൻലാലിന്റെ 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എങ്ങനെയെങ്കിലും ഒരു കള്ളക്കടത്തുകാരനാകണമെന്ന്. അതിനുശേഷം ഞാൻ കണ്ടത് മോഹൻലാലിന്റെ, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ സിനിമകളാണ്. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ കണ്ടിരിക്കുന്നത് ചെപ്പെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കോളേജിലെ ലഹരിക്കെതിരെയും അതുപോലെ അധ്യാപകനെ ആക്രമിക്കുന്നതൊക്കെ നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നല്ലൊരു അധ്യാപകനാകണം, പിള്ളേരെയൊക്കെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വന്നു. പിന്നെ മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് കടന്നപ്പോഴത്തേന് മമ്മൂട്ടിയുടെ കുറെ പോലീസ് ഓഫീസർ, ഇൻസ്പെക്ടർ ബൽറാം പോലുള്ള കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പോലീസ് ഓഫീസർ ആകണമെന്നുള്ള. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മുടെ വളർന്നു വരുന്ന, നമ്മൾ കണ്ടുവരുന്ന, ആ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചെറുപ്പപ്രായത്തിൽ കിട്ടുന്ന ആ ഒരു പ്രചോദനമാണ് നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രൈം സിനിമയ്ക്കകത്ത് അതിഭീകരമായ ക്രൈമാണ് സിനിമയ്ക്കകത്ത് വയലൻസ് കാണിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പോയി കാണുന്നില്ലേ, അല്ല ഇതിന്റെ സിനിമയല്ലേ എന്ന് പറയുന്നത്. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ഇതുപോലെ കൊലപാതകങ്ങൾ നടന്നപ്പോൾ എല്ലാം ദൃശ്യം മോഡൽ എന്നും പറഞ്ഞ് കാണിച്ചു. അതെന്തുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാനുള്ള ആ രീതി ചെയ്താൽ പിടിക്കപ്പെടത്തില്ലെന്നുള്ളൊരു ഇത് ബോധ്യമായതുകൊണ്ടല്ലേ ആ മോഡലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന സിനിമ കാപ്പ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിന്റെ ഒരു പടം. അതിന്റെ പണി ഇത് മുഴുവൻ കൊട്ടേഷൻ വർക്കുകളും കാര്യങ്ങളുമാണ് സമൂഹത്തിലോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മധു എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം നമ്മളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ആ ലെവലിലേക്ക് മാറിയോണ്ടാണ് ആ സിനിമ വിജയിച്ചത്. അതിനുശേഷം പിന്നെ വന്ന സിനിമ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വന്നത് പണി എന്ന സിനിമയാണ്. അതിൻ്റെ അകത്ത് ആ സിനിമയുടെ കഥ എന്താ, ഇതുപോലെ തന്നെ കൊട്ടേഷൻ വർക്കുകൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അടുത്തത് വരുന്നത് മാർക്കോ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ മുന്നിമുകുന്ദന്റെ പടമാണ്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞു അതിഭീകരമായ വയലൻസ് ആണ്, അതുകൊണ്ട് ആ സിനിമ കാണരുതെന്നൊക്കെ, പല കുട്ടികളൊന്നും പോയി കാണരുതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രചരണമൊക്കെ കൊടുത്തു. നമ്മൾ ഏത് കാര്യമാണോ കാണരുതെന്ന് പറയുന്നത് കുട്ടികൾ കാണത്തുള്ളൂ. ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴത്തേന് ഞാൻ പിള്ളേരെ ഒന്നും കൊണ്ടുപോയില്ല. കാരണം ഇതിൻ്റെ അകത്ത് രംഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി അറിഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ച് ഞാൻ പിള്ളേരെ ഒന്നും കാണാതെ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ സാധാരണ പോകുന്നതെല്ലാം ഫാമിലിയായിട്ടാണ് പോയി സിനിമ കാണുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. ഒറ്റയ്ക്ക് പോയി ഞാൻ കണ്ട ആ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികൾ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണരുതെന്ന്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ സിനിമ കാണാനിരുന്നത് മുഴുവൻ കുട്ടികളാണ്.
അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഇതിന് ടിക്കറ്റ് കൊടുത്തു, അവരെന്തുകൊണ്ട് സിനിമയ്ക്ക് കയറി? ആ സിനിമയ്ക്കകത്ത് അതിഭീകരമായ വയലൻസ് രംഗങ്ങളാണ്. അത് കണ്ട് ആൾക്കാർ ത്രില്ലടിച്ച് കൈകൊട്ടി അതിനെ അങ്ങ് വിജയിപ്പിച്ച് 100 കോടി ക്ലബിലോട്ട് അങ്ങ് കടത്തിവിട്ടു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സിനിമ പോയി കണ്ടെന്ന് പറഞ്ഞാൽ ഓഫീസർ എന്ന് പറഞ്ഞ കുഞ്ചാക്കോവന്റെ സിനിമയാണ്. കുഞ്ചാക്കോവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ഒരു കുടുംബങ്ങൾക്കെല്ലാം പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷെ ആ ഓഫീസർ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേന് അതിൻ്റെ അകത്ത് നമ്മുടെ ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള കുറച്ച് ലഹരിയുടെ കാര്യങ്ങളെ കാണിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ ഒരു മോഡൽ കഥകൾ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും പ്രൊഡ്യൂസർമാരാണേലും നിർമ്മാതാക്കളാണേലും കഥയെഴുത്തുകാരാണേലും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ വിജയിക്കുന്നതും. നല്ല ഒരുപാട് കുടുംബ കഥകൾ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ വന്നിട്ട് ആ പടങ്ങളൊന്നും വിജയിച്ചില്ല. നിർമ്മാതാക്കൾക്ക് കോടികൾ നഷ്ടമുണ്ടാക്കി. അപ്പം നമ്മുടെ സമൂഹത്തിലെ ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഈ സിനിമയിലും പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സീരിയലുകൾ. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പ്രേംകുമാർ പറഞ്ഞു സീരിയൽ എന്ന് പറയുന്നത് വലിയ കൊടുംവിഷമാണ് സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞു. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ KB ഗണേഷ് കുമാർ പറഞ്ഞു ഇതുപോലെ സിനിമയിലെ രംഗങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെന്നും. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അങ്ങനെ നമ്മുടെ നാട് ഒരു വലിയൊരു അധപ്പതനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മോഹൻലാലിന്റെ ചെപ്പെന്ന് പറഞ്ഞ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. ആ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആ ഡയലോഗ് നിങ്ങളൊന്ന് കേൾക്കുക. സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്ത് നടന്നിട്ടും യുവമാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതി. പ്ലാൻഡ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാൻഡാണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് ഇവന്മാരൊക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും, വിട്ടേരെന്ന്. എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികൾ ഈ നാട്ടിലെ ചില പത്രക്കാര് അവരെന്നും പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്നാ. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ. ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ ഡയലോഗ് കേട്ടല്ലോ. 1987 മോഹൻലാലിന്റെ ഈ ചെപ്പെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഡയലോഗ് ഇപ്പം നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ ഇത് 100% സത്യമായ കാര്യമാണ് ഇപ്പൊ ഉണ്ടാകുന്ന സംഭവം. മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. Yeah.